നമസ്കാരം. നിത്യജ്യോതിഷം എന്ന പ്രതിദിന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2026 ജൂൺ 3 ചൊവ്വാഴ്ചയാണ്. ഇന്നത്തെ കലിദിന സംഖ്യ 18,72,364. ഇന്ന് കൊല്ലവർഷം 1200 ആണ്ട്, ഇടവമാസം 20-ാം തീയതി. ശകവർഷം 1947 ജ്യേഷ്ഠമാസം 13-ാം തീയതിയാണ്. തമിഴ് മാസം അനുസരിച്ച് ഇന്ന് വൈകാശി 20. ഇന്നത്തെ നക്ഷത്രം പൂരമാണ്. ഇന്നത്തെ തിഥി ശുക്ലപക്ഷ അഷ്ടമി. ഇന്നത്തെ കരണം വിഷ്ടിക്കരണം. ഇന്നത്തെ നിത്യയോഗം ഘർഷണ എന്നു പേരുള്ള നിത്യയോഗമാണ്. രോഹിണി ഞാറ്റുവേല, ഉത്തരായനകാലം, ഗ്രീഷ്മ ഋതു. ഇന്നത്തെ സൂര്യോദയം രാവിലെ 6 മണി കഴിഞ്ഞ് 6 മിനിറ്റിലും ഇന്നത്തെ അസ്തമയം വൈകുന്നേരം 6 മണി കഴിഞ്ഞ് 34 മിനിറ്റുമാണ്. തിരുവനന്തപുരം നഗരത്തിൻ്റെ സൂര്യോദയവും സൂര്യാസ്തമയവുമാണ് ഇവിടെ പറഞ്ഞത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസം വരും. ഇന്നത്തെ രാഹുകാലം നോക്കാം. രാഹുകാലം വൈകുന്നേരം 3:27 മുതൽ 5 മണി വരെയാണ്. ഇന്നത്തെ ഗുളികകാലം ഉച്ചയ്ക്ക് 12:20 മുതൽ 1:53 വരെയാണ്. ഇന്ന് ചൊവ്വാഴ്ച ആയതിനാൽ സൂര്യോദയ സമയത്ത് കാലഹോരയുടെ അധിപൻ കുജനാണ്. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഗ്രഹങ്ങൾ അവരുടെ കാലഹോരാധിപത്യം വഹിക്കുന്നതായിരിക്കും. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം നോക്കാം. ഇന്ന് ഉച്ചയ്ക്ക് 11:56 മുതൽ 12:18 വരെയും വീണ്ടും 12:22 മുതൽ 12:44 വരെയുമാണ് ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം. ഇടയ്ക്കുള്ള 4 മിനിറ്റ്, അതായത് 12:18-നും 12:22-നും ഇടയ്ക്കുള്ള സമയം മധ്യാഹ്ന വർജ്യമാണ്. ആ സമയം വർജിക്കുക. ബാക്കിയുള്ള ഈ പറഞ്ഞിട്ടുള്ള സമയത്തിൽ നമുക്ക് പഞ്ചാംഗ ദോഷങ്ങളോ മുഹൂർത്ത ദോഷങ്ങളോ പരിഗണിക്കാതെ തന്നെ എന്ത് ശുഭകാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ പ്രാധാന്യം. ഇന്നത്തെ ചന്ദ്രാഷ്ടമം നോക്കാം. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് മകരക്കൂറിൽ ജനിച്ചവർക്കാണ്. മകരക്കൂറിൽ ജനിച്ചിട്ടുള്ള ഉത്രാടം അവസാനത്തെ 45 നാഴികയും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയും. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്ന് ചന്ദ്രൻ അഷ്ടമത്തിൽ വരുന്നതിനാൽ ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക. മറ്റൊരവസരത്തിലേക്ക് അത് മാറ്റിവെക്കുക. ഇന്നത്തെ ഗ്രഹനില പരിശോധിക്കാം. ഇന്ന് മേടത്തിൽ ശുക്രൻ, ഇടവത്തിൽ രവിയും ബുധനും, മിഥുനത്തിൽ ഗുരു, കർക്കടകത്തിൽ കുജൻ, ചിങ്ങത്തിൽ ചന്ദ്രനും കേതുവും, കന്നിയിൽ ഗുളികൻ, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇതാണ് ഇന്ന് സൂര്യോദയ സമയത്തെ ഗ്രഹനില. നമ്മൾ ഇന്നലെ ലഗ്നത്തിനെ പറ്റി പരാമർശിക്കുകയുണ്ടായി. ലഗ്നത്തിനെ സാധാരണ 1-ാം ഭാവം എന്നാണ് പറയുന്നത്. അതിനുശേഷം തുടർച്ചയായിട്ടുള്ള 12 ഭാവങ്ങളുണ്ട്, 12 രാശികളുണ്ട്. അതായത് 2-ാം ഭാവം, 3-ാം ഭാവം, 4-ാം ഭാവം, അങ്ങനെ 12-ാം ഭാവം വരെ ഉണ്ട്. ഈ 12 ഭാവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഫലപ്രവചനം നടത്തുന്നതും ജാതക വിശകലനം നടത്തുന്നതും എല്ലാം. ഓരോ ഭാവത്തിലും നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ടും ആ ഭാവത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ടും ആ ഭാവങ്ങളുടെ കാരകഗ്രഹങ്ങളുടെ ബലം നോക്കിയും ആണ് ഓരോ കാര്യവും നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതിനെപ്പറ്റി വിശദമായിട്ട് മറ്റൊരവസരത്തിൽ പറയാം. ഇന്നത്തെ ഈ പ്രതിദിന പങ്ക്തി ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.